കൂട്ടുകാരെ, സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ വിപ്ലവാത്മകമായ വ്യതിയാനങ്ങളും ഭരണമാറ്റവും മറ്റുമൊക്കെ വിദൂര രാജ്യങ്ങളിലിരുന്ന് എന്നെപ്പോലെയുള്ള ധാരാളം പേര് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു സംഗതിയാണത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റെജി എം ജോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും പഠന പശ്ചാത്തലവും പടിപടിയായി അദ്ദേഹം കയറി വന്ന വഴികളും എല്ലാം ഭംഗിയായി വിവരിക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അധ്യാപകരായ ഞങ്ങളും വിദ്യാർത്ഥികളായ കുട്ടികളും എല്ലാം ഇത് നന്നായിട്ട് സ്വാംശീകരിച്ചിട്ടുണ്ടാവാം. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, ജാതി മത രാഷ്ട്രീയ ഇതിനെല്ലാം വർഗീയതയ്ക്കും എല്ലാം മുകളിലായിരിക്കണം നമ്മുടെ ചിന്താഗതി. വിദ്യാർത്ഥികളെ നമുക്ക് ജനാധിപത്യ രീതിയിലുള്ള സ്റ്റുഡൻറ് ബോഡീസാണ് ആവശ്യം. അവർ മത്സരിക്കണം, അവരുടെ ലീഡറിനെ തിരഞ്ഞെടുക്കണം. ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് താത്വികമായി വളരെ മനോഹരമായ ആശയങ്ങളാണ്. ഇതെല്ലാം ഒരു ക്യാമ്പസിൽ സാധിക്കുമോ, നമ്മൾ വിചാരിക്കുന്നിടത്ത് കുട്ടികൾ നിൽക്കുമോ എന്നൊക്കെയുള്ള ഒരു ശങ്ക ഒരു വളരെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം അധ്യാപികയായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനപ്രയാസം തരുന്ന ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നു. ഇദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയുള്ള ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ കൂടെയാണ് പിന്നീട് നല്ല ലീഡേഴ്സൊക്കെ ഉണ്ടാകുന്നതെന്ന്. ആയിരക്കണക്കിന് കുട്ടികൾ ക്യാമ്പസിൽ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് ഏതാനും പേരാണ് ഓടി മുകളിൽ കയറുന്നത്. ആ ഏതാനും പേരിൽ നിന്ന് ഒരാളാണ് മന്ത്രിയാകുന്നത്, അല്ലെങ്കിൽ ഏതാനും പേര് ഭരണതലത്തിലേക്ക് കടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് കുട്ടികളെ എല്ലാവരെയും കൂടെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറക്കുന്നതിനോട് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിയോജനക്കുറിപ്പുണ്ട്. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികളെയെല്ലാം നന്നായിട്ട് ചരിത്രവും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ പഠിപ്പിച്ച് നല്ല പക്വതയുള്ള പൗരന്മാരായിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവർ തിരഞ്ഞെടുക്കട്ടെ. അവരുടെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയ ചിന്താഗതിക്കൊക്കെ അപ്പോഴേക്കും ഒരു ഇരുത്തം വരും. പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലാകുമ്പോൾ ഇവർക്കൊരു മോബ് സൈക്കോളജി ഉണ്ടാവും. ആ മോബിൻ്റെ പെരുമാറ്റത്തിൽ വരുമ്പോൾ നമുക്ക് എല്ലാം ഭംഗിയായിരിക്കുമെന്ന് തീർച്ചയാക്കാൻ സാധിക്കുകയില്ല. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. മാതാപിതാക്കൾക്കും മുതിർന്ന അധ്യാപകർക്കും ഒക്കെ ഇതൊരു തലവേദനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് പിന്നെ കാണാം. വളരെ സന്തോഷം.